വെൽക്കം ടു NRI Well. ജസ്റ്റിൻ ട്രൂഡോ പടിയിറങ്ങിയ കസേരയിൽ ഇനി മാർക്ക് കാർണി, ട്രംപിന് പറ്റിയ എതിരാളി. രാഷ്ട്രീയ സ്ഥാനങ്ങളൊന്നും ഇതുവരെ വഹിക്കാത്ത കാർണി കാനഡയുടെ രക്ഷകനാകുമോ? ലിബറൽ പാർട്ടിയുടെ പുതിയ നേതാവായി മാർക്ക് കാർണി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഏതാനും മാസങ്ങളായി നിലനിൽക്കുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് തൽക്കാല വിരാമമായി. ക്രിസ്റ്റിയ ഫ്രീലൻഡിനെ പരാജയപ്പെടുത്തിയാണ് കാർണി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത കാർണി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ബാങ്ക് ഓഫ് കാനഡയുടെയും മുൻ ഗവർണറായിരുന്നു. ട്രംപിന് പറ്റിയ എതിരാളിയായാണ് കാർണിയെ വിലയിരുത്തുന്നത്. അമേരിക്കയ്ക്കെതിരായ തീരുവ നടപടികൾ തുടരുമെന്ന് മാർക്ക് കാർണി വ്യക്തമാക്കി. കാനഡ ഒരിക്കലും അമേരിക്കയുടെ ഭാഗമാകില്ലെന്നും സ്വതന്ത്രവും നീതിയുക്തവുമായ വ്യാപാരത്തിന് കാനഡയുമായി US കൈകോർക്കുന്നതുവരെ പ്രതികാര നടപടികൾ തുടരുമെന്നും കാർണി പറഞ്ഞു. പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനും ട്രംപുമായുള്ള വ്യാപാര ചർച്ചകൾക്ക് നേതൃത്വം നൽകാനും തനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രൂഡോയുടെ ഭരണകാലത്ത് ദുർബലമായ ബന്ധം ശക്തിപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇന്ത്യയുമായുള്ള വാണിജ്യ ബന്ധം വൈവിധ്യവൽക്കരിക്കാനും കാർണി ആഗ്രഹിക്കുന്നുണ്ട്. US-ന്റെ തീരുവ ഭീഷണി ഇരു രാജ്യങ്ങളെയും മോശമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുള്ള കാനഡയുടെ ശ്രമം ഇന്ത്യ സ്വാഗതം ചെയ്യാനാണ് സാധ്യത. UAE സന്ദർശിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു. സന്ദർശകർ ടൂറിസ്റ്റ് വിസകളെക്കുറിച്ച് വിശദമായി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വിവിധതരം ടൂറിസ്റ്റ് വിസകളും അവയുടെ ചെലവും വിശദമായി നോക്കാം. UAE സന്ദർശിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ്. വിസ ഓൺ അറൈവൽ കൂടുതൽ ഇന്ത്യക്കാർക്ക് ലഭിക്കുന്ന തരത്തിൽ അടുത്തിടെ UAE ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. വിവിധ തരത്തിലുള്ള വിസകളാണ് സന്ദർശകർക്ക് അനുവദിക്കുന്നത്. പ്രധാനമായും 4 തരം ടൂറിസ്റ്റ് വിസകളാണ് UAEയിലുള്ളത്. ഇതിൽ ഒന്നാമത്തേത് ഷോർട്ട് ടൈം ടൂറിസ്റ്റ് സിംഗിൾ എൻട്രി വിസയാണ്. 30 ദിവസം വാലിഡിറ്റിയുള്ള ഈ വിസ ഉപയോഗിച്ച് ഒരു തവണ UAE സന്ദർശനം നടത്താനാകും. ഈ വിസയുടെ കാലാവധി നീട്ടാനാകില്ല. ഇതിന് ചെലവ് വരുന്നത് 250 ദിർഹമാണ്. രണ്ടാമത്തേത് ഷോർട്ട് ടൈം മൾട്ടിപ്പിൾ എൻട്രി വിസയാണ്. 30 ദിവസം തന്നെ സാധുതയുള്ള ഈ വിസ ഉപയോഗിച്ച് ഒന്നിലധികം തവണ രാജ്യത്തേക്ക് പ്രവേശിക്കാനാകും. ഈ വിസയുടെയും കാലാവധി നീട്ടാനാവില്ല. ഫീസ് 690 ദിർഹമാണ്. അടുത്തത് ലോങ് ടൈം സിംഗിൾ എൻട്രി വിസയാണ്. 90 ദിവസം വാലിഡിറ്റിയുള്ള ഈ വിസ ഉപയോഗിച്ച് ഒരു തവണ UAEയിലേക്ക് പ്രവേശിക്കാം. ചെലവ് 600 ദിർഹമാണ്. നാലാമത്തെ വിഭാഗം ലോങ് ടൈം മൾട്ടിപ്പിൾ എൻട്രി വിസയാണ്. 90 ദിവസം കാലാവധിയുള്ള ഈ വിസ ഉപയോഗിച്ച് ഒന്നിലധികം തവണ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ചെലവ് വരുന്നത് 1740 ദിർഹമാണ്. വിസയ്ക്കായി അപേക്ഷിക്കുന്ന സമയത്ത് കുറഞ്ഞത് 6 മാസമെങ്കിലും കാലാവധി ശേഷിക്കുന്ന പാസ്പോർട്ട്, ആവശ്യമായ പണം കൈവശമുണ്ടെന്ന് കാണിക്കുന്നതിനായി ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, സാധുതയുള്ള ഹോട്ടൽ ബുക്കിംഗ് തുടങ്ങിയ രേഖകളാണ് സമർപ്പിക്കേണ്ടി വരിക. വിദേശ തൊഴിലാളികളുടെ പറുദീസയാവുകയാണ് സിംഗപ്പൂർ. തൊഴിൽ പ്രായപരിധി ഉയർത്തുന്നതടക്കമുള്ള മാറ്റങ്ങളാണ് നടപ്പിലാകുന്നത്. കഴിവുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിനും നിലനിർത്തുന്നതിനും തൊഴിലുടമകൾക്ക് കൂടുതൽ വഴക്കം നൽകുന്നതിനായി സിംഗപ്പൂർ വർക്ക് പെർമിറ്റ് ചട്ടക്കൂടിൽ കാര്യമായ മാറ്റം വരുത്തുകയാണ്. പരമ്പരാഗത മനുഷ്യശക്തി നൽകുന്ന രാജ്യങ്ങളുടെ നിലവിലുള്ള പട്ടികയിൽ ഭൂട്ടാനെ തൊഴിൽ ശേഷി സംഭാവന ചെയ്യുന്ന ഉറവിട രാജ്യമായി ചേർക്കുക, തൊഴിൽ ദൈർഘ്യ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക, പരമാവധി തൊഴിൽ പ്രായം ഉയർത്തുക, എസ്പാസ് ഉടമകൾക്ക് യോഗ്യതാ ശമ്പളം വർദ്ധിപ്പിക്കുക എന്നിവയാണ് മാറ്റങ്ങൾ. വരുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള മനുഷ്യശക്തി മന്ത്രാലയത്തിന്റെ ചെലവ് പദ്ധതികളുടെ ഭാഗമായാണ് വിദേശ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂൺ 1 മുതൽ ഭൂട്ടാൻ, കംബോഡിയ, ലാവോസ് എന്നിവ പുതിയ തൊഴിലാളികളുടെ സ്രോതസ്സുകളുടെ പട്ടികയിൽ ചേർക്കുമെന്ന് സൂചന. ഇതിനകം ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമാർ, ഫിലിപ്പീൻസ്, ശ്രീലങ്ക, തായ്ലൻഡ് എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ജൂലൈ 1 മുതൽ വർക്ക് പെർമിറ്റ് ഉടമകൾക്ക് ഇനി പരമാവധി തൊഴിൽ കാലയളവ് ഉണ്ടായിരിക്കില്ല. ഇത് നിലവിൽ നൈപുണ്യ നിലവാരം, മേഖല, ഉത്ഭവ രാജ്യം എന്നിവയെ അടിസ്ഥാനമാക്കി 14 മുതൽ 26 വർഷം വരെയാണ്. UAEയിൽ വിമാന ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരും. അവധി ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് തിരിച്ചടി.
പെരുന്നാൾ അവധിയും സ്കൂളുകളിലെ വസന്തകാല അവധിയും ഒരുമിച്ചു വരുന്നതാണ് വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കാൻ കാരണമാകുന്നത്. ഈ സമയത്ത് വിമാന ടിക്കറ്റ് നിരക്കിൽ 20% മുതൽ 30% വരെ വർധനവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഈ വർഷത്തെ പെരുന്നാൾ മാർച്ച് 31-നായിരിക്കുമെന്നാണ് പ്രതീക്ഷ. സ്കൂൾ അവധിക്കാലം മാർച്ച് 18-ന് ആരംഭിക്കും. അവധിക്കാല യാത്രകൾക്കായി സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ലാത്വിയ, വിയറ്റ്നാം, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലേക്കാണ് UAE-യിലെ താമസക്കാർ കൂടുതലായും പോകുന്നത്. അതേസമയം അവധി ആഘോഷിക്കുന്നതിനായി സ്വന്തം നാടുകളിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികളുടെ എണ്ണവും ഈ കാലയളവിൽ വർദ്ധിച്ചേക്കാം. അവധിക്കാലത്ത് നാട്ടിൽ പോകാതെ കുടുംബത്തെ UAE-യിലേക്ക് കൊണ്ടുവരുന്നവരുമുണ്ട്. നോമ്പുകാലമായതിനാൽ രാജ്യത്തെ ബിസിനസ് യാത്രകളിൽ 30% കുറവുണ്ടായിട്ടുണ്ട്. എന്നാൽ നോമ്പ് അവസാനിക്കുന്നതോടെ ബിസിനസ് യാത്രകളും വർദ്ധിക്കും. ബിസിനസ് യാത്രകളുടെ കാര്യമെടുത്താൽ ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കാകും കൂടുതൽ ഡിമാൻഡ് എന്ന് ട്രാവൽ ഏജന്റുമാർ പറയുന്നു. അതേസമയം ഡിമാൻഡ് വർദ്ധിക്കുന്നതോടെ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് വിമാന കമ്പനികൾ. ഈ അവധിക്കാലം കഴിയുന്നതുവരെ UAE-യിൽ നിന്നുള്ള യാത്രകൾക്ക് ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്ക് തന്നെ നൽകേണ്ട സ്ഥിതിയാണുള്ളത്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഇത് വലിയ തിരിച്ചടിയായി മാറും. റമദാനിൽ 4 ലക്ഷം വിദേശികൾ മലേഷ്യ സന്ദർശിക്കുമെന്ന പ്രതീക്ഷ. ഇവിടത്തെ ഇസ്ലാമിക സാംസ്കാരിക ആഘോഷങ്ങളും മതപരമായ ടൂറിസം ഓഫറുകളുമാണ് സന്ദർശകരുടെ തിരക്ക് ഏറുന്നതിന് കാരണം. റമദാനിൽ മുസ്ലിം വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് മലേഷ്യ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ ഊർജ്ജസ്വലമായ ഇസ്ലാമിക സാംസ്കാരിക ആഘോഷങ്ങളും മതപരമായ ടൂറിസം ഓഫറുകളും കാരണം ഏകദേശം 2,50,000 മുതൽ 4 ലക്ഷം വരെ സന്ദർശകർ എത്തുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്തോനേഷ്യ, ബ്രൂണെ, സിംഗപ്പൂർ, സൗദി അറേബ്യ, UAE, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്ദർശകരാണ് റമദാനിൽ കൂടുതലും മലേഷ്യയിലെത്തുന്നത്. സന്ദർശക അനുഭവം വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക സാംസ്കാരിക ഉത്സവങ്ങൾ, നാസിദ് കച്ചേരികൾ, മറ്റ് പരിപാടികൾ എന്നിങ്ങനെ മലേഷ്യയുടെ വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈദ് ഷോപ്പിങ്ങിനുള്ള ഉത്സവ പ്രമോഷനുകൾ സജീവമായ റമദാനിലെ അവസാന ആഴ്ചയിൽ ഈ മുസ്ലിം വിനോദസഞ്ചാരികളിൽ പലരും എത്തിച്ചേരും. സന്ദർശകർക്ക് റമദാൻ ആഘോഷിക്കാനും ഷോപ്പിംഗ് സീസൺ പ്രയോജനപ്പെടുത്താനും ഇതുവഴി സാധിക്കും. റമദാൻ അനുഭവിക്കാനും പ്രാദേശിക സമൂഹത്തോടൊപ്പം ഇഫ്താർ അല്ലെങ്കിൽ ബുക്ക പുവാസ ആസ്വദിക്കാനും തറാവീഹ് പ്രാർത്ഥനകൾ നടത്താനുമുള്ള അവസരമാണ് കൈവരുന്നത്. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. റമദാനിൽ ഓൺലൈൻ വഴി അനധികൃത ധനസമാഹരണം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് UAE സൈബർ സുരക്ഷാ കൗൺസിൽ. നിയമലംഘകർക്ക് 6 മാസം തടവോ 5 ലക്ഷം ദിർഹം പിഴയോ രണ്ടുമോ ചേർത്തോ ശിക്ഷ ലഭിക്കും. രാജ്യാന്തര യാത്രക്കാർക്ക് കുവൈറ്റിൽ വിനോദസഞ്ചാരത്തിന് അവസരം നൽകുന്ന ട്രാൻസിറ്റ് വിസ ഉടൻ നിലവിൽ വരും. നേരത്തെ അപേക്ഷിച്ച വിസ നേടി നിശ്ചിത കാലാവധിക്കുള്ളിൽ മടങ്ങണം. സൗദിയിൽ വ്യാജ മെഡിക്കൽ ലീവുകൾ എടുത്താൽ 1 ലക്ഷം റിയാൽ പിഴ. ആരോഗ്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിലെ തൊഴിൽ മേഖലയിൽ കാതലായ മാറ്റം വരുത്തുന്ന നിയമങ്ങളുമായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ. തൊഴിലാളികളുടെ താമസം നിയമപരമായിരിക്കണം, ശമ്പളം 7-ന് മുൻപ് നൽകണം എന്നിങ്ങനെ തൊഴിലാളികൾക്ക് അനുകൂലമായ മാറ്റങ്ങളാണ് നടപ്പിലാക്കുന്നത്. ഹജ്ജ് തീർത്ഥാടകർക്ക് നൽകുന്ന സേവനത്തിൽ വീഴ്ച വരുത്തുന്ന സേവനദാതാക്കൾക്കെതിരെ കർശന ശിക്ഷാ നടപടി. കഴിഞ്ഞ വർഷം ഹജ്ജ് ഏജൻസികൾക്കെതിരെ പരാതി വ്യാപകമായ സാഹചര്യത്തിലാണ് തീരുമാനം. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ, ഒരു ലോക സഞ്ചാരം. കാറ്റിന്റെ പേരിൽ ഒരു ദ്വീപ്. യൂറോപ്പിലെ ഏറ്റവും പ്രശസ്ത സെലിബ്രിറ്റി സുഖവാസ കേന്ദ്രം. തൂവെള്ള കെട്ടിടങ്ങൾ, തെരുവുകൾ, കാറ്റാടി യന്ത്രങ്ങൾ. സ്വപ്നതുല്യമായ ഡെസ്റ്റിനേഷൻ.
NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേള ഏതാണ്? പലതരം വിഭവങ്ങളും സംഗീതവും ഒത്തുചേരുന്ന ഒരു കാർണിവലുണ്ട്. കാണാം.